നമസ്കാരം. നമ്മുടെ നാട്ടിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള പരാതികൾ വ്യാപകമാവുകയാണ്. നിരവധി പ്രമുഖ വ്യക്തികൾ പോലും ഇത്തരം കേസുകൾ പ്രതികളാക്കപ്പെടുന്നത് ഇപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരാണും പെണ്ണും തമ്മിൽ അവർ നല്ല ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ തന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്ത്രീകളും പിന്തുടരുന്ന ഒരു രീതിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത്, വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകുന്നതിന് നിയമസാധുതയില്ല എന്നാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ള 33-കാരിയായ ഒരു അഭിഭാഷകയാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത്. അവരെ മറ്റൊരു അഭിഭാഷകൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പരാതിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇവർ വിവാഹിതയായിരുന്നു, ഇവർക്കൊരു കുഞ്ഞുമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ തന്നെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതി സമീപിച്ചത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. മാത്രവുമല്ല, കോടതി ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ അവർ വിവാഹിത ആയിരിക്കുന്ന സമയത്ത് തന്നെ ഭർത്താവുമായി വിവാഹമോചന കേസ് തുടരുന്ന ഘട്ടത്തിലാണെങ്കിൽ, വിവാഹമോചനം ആ നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ പോലും മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെടുകയും അയാൾ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തെ സമീപിക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. ഇത് ആശങ്കാജനകമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നല്ല ബന്ധം നിലനിൽക്കുമ്പോൾ അത് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ബന്ധം വഷളാകുമ്പോൾ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് വലിയൊരു അന്ത്യം കുറിക്കാൻ ഈ ഒരു കോടതി ഉത്തരവ് വളരെ നിർണായകമായി മാറും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിവാഹിതയായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരാൾ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് അവിശ്വസനീയമായ കാര്യമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസിൽ ഉൾപ്പെട്ട രണ്ടുപേരും അഭിഭാഷകരുമായിരുന്നു. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും വെറുതെ ജുഡീഷ്യറിയെയും സർക്കാരിനെയും ഇത്തരം കേസുകളും കൊണ്ട് സമീപിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യവുമാണ്. യഥാർത്ഥ പീഡന കേസുകളും ഈ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗികബന്ധത്തിന് ശേഷം പിന്നീട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസും തമ്മിലുള്ള വേർതിരിവ് കണ്ടെത്താൻ നിയമപാലകർ അല്ലെങ്കിൽ കോടതികളും പോലീസും ഒക്കെ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതല്ലാതെ വെറുതെ ജുഡീഷ്യറിയെയും പോലീസിനെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കേസുമായി വരുന്നത് ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നാണ് കോടതി ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തകർന്ന ബന്ധങ്ങളെ ബലാത്സംഗ കേസാക്കി മാറ്റി അത്തരത്തിൽ ക്രിമിനൽ നടപടികളിലേക്ക് പോകുന്നതിനെതിരായ ശക്തമായൊരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുമെന്ന് പറയുമ്പോൾ അത് ലോ ഓഫ് ദ ലാൻഡാണ്. നാളെ മുതൽ ഈ രാജ്യത്തെ അത് നിയമമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെട്ട കേസുകളുണ്ട്. അതിലൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്. അതിജീവിതമാർ വിവാഹിതരാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവരൊക്കെ തന്നെ വിവാഹമോചിതരായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം പുലർത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അത് നിലനിൽക്കുകയില്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള ബലാത്സംഗ പരാതികൾ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്ന ഇത്തരം കേസുകളൊക്കെ തന്നെ ആവിയായി മാറാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ 3 കേസുകളാണ് ഉള്ളത്. ഇതിൽ 2 പേർ വിവാഹിതരാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാണ്. രണ്ടാമത്തെ കേസിൽ അതിജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ലാത്തൊരു സാഹചര്യവുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹമെന്ന് നിലനിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും അയാൾ തന്നെ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതി സമീപിക്കുകയും ചെയ്യുന്ന ആ ഒരു മോശമായ പ്രവണതയ്ക്ക് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കേസുകളെക്കുറിച്ച് കോടതിയും പോലീസും എല്ലാം തന്നെ അവർ കൃത്യമായി അതിന് ബോധവാന്മാരായിരിക്കണം. അതിനെക്കുറിച്ച് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇത്തരം കീഴ്വഴക്കങ്ങൾ ഇനിയും അങ്ങോട്ട് തുടരുന്ന കാര്യത്തിൽ ഒരു വിരാമം കുറിക്കാൻ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർണായകമായ ഉത്തരവ് സഹായകമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ കേസുകളിലൊക്കെ തന്നെ ഈ ഒരു സുപ്രീം കോടതിയിലെ നിരീക്ഷണം ഭാവിയിൽ അത് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യവും ഉറപ്പാണ്.